കാസർഗോഡ് മഞ്ചേശ്വരത്ത് മകൻ അമ്മയെ തീ കൊളുത്തി കൊന്നു. വോർക്കാടി സ്വദേശി ഹിൽഡ ഡിസൂസയാണ് മരിച്ചത്. മകൻ മെൽവിൻ മൊണ്ടേര ഒളിവിലാണ്. അയൽക്കാരിയായ ലോലിത എന്ന യുവതിയെയും മെൽവിൻ തീ കൊളുത്തിയെങ്കിലും ഇവർ പൊള്ളലുകളോടെ രക്ഷപ്പെട്ടു. വിവരങ്ങളുമായി ജോസഫ് ചേരുന്നു. ജോസഫ്, മഞ്ചേശ്വരത്ത് മകൻ അമ്മയെ തീ കൊളുത്തി കൊന്നു. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? വിശദാംശങ്ങൾ. ഇന്ന് രാവിലെയാണ് ഈ സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ മഞ്ചേശ്വരം സ്വദേശിയായിട്ടുള്ള ഹിൽഡ ഡിസൂസ, 60 വയസ്സാണ് പ്രായം. ഇവരാണ് മകന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മകൻ മെൽവിൻ മൊണ്ടാര സംഭവത്തിന് ശേഷം ഒളിവിലാണ്. പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. അതായത് ഇന്നലെ രാത്രിയോടുകൂടി ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന അമ്മയും മകനും താമസിക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മയുമായി ചില പ്രശ്നങ്ങളെ തുടർന്ന് ഈ മകൻ പെട്രോൾ ഒഴിച്ച് അമ്മയെ തീ കൊളുത്തുന്നത്. പിന്നീട് ഈ മൃതദേഹം കുറ്റിക്കാട്ടിലേക്ക് എറിയുകയാണ് ഉണ്ടായത്. പിന്നീട് രാവിലെ ആയപ്പോൾ ഇവരുടെ ബന്ധുവായ മറ്റൊരു സ്ത്രീയെ വിളിച്ചു വരുത്തി. അവരുടെ പേര് ലോലിത എന്നാണ്. ലോലിത വിക്ടർ എന്നാണ് ആ സ്ത്രീയുടെ പേര്. 30 വയസ്സാണ് പ്രായം. ഈ സ്ത്രീയെ വിളിച്ചു വരുത്തുകയും ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിക്കുകയും തീ കൊളുത്താൻ ഒരു ശ്രമം നടത്തുകയുമായിരുന്നു. ഇവർക്ക് അല്പം തീപ്പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഇവരുടെ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴാണ് ഇയാൾ മെൽവിൻ ഇറങ്ങി ഇവിടെ നിന്ന് ഓടിയത്. മംഗലാപുരം ഭാഗത്തേക്ക് ബസ് കയറി പോയിട്ടുണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിനുശേഷം ഇവിടെ വ്യാപകമായ തിരച്ചിൽ നടത്തി. പോലീസ് നടത്തിയ തിരച്ചിലാണ് ഈ കുറ്റിക്കാട്ടിലെ അമ്മയുടെ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും ഈ അമ്മയും മകനും താമസിക്കുന്ന ഒരു വീട്ടിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്ന കാര്യത്തിൽ ഒരു അറിവുമില്ല. ഇവരെ കൂടാതെ ഒരു സഹോദരൻ കൂടിയാണ് ഈ അമ്മയ്ക്കുള്ളത്. ഇയാൾ ഇപ്പോൾ ഗൾഫിലാണ്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഈ മകൻ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. മെൽവിൻ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ഈ മെൽവിനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമങ്ങൾ മഞ്ചേശ്വരം പോലീസ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും പൊള്ളലേറ്റ യുവതിയുടെ നിലയും ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇവരെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും. അതിനിടയിൽ ഈ മെൽവിനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മെൽവിൻ ബസ് കയറി പോയിട്ടുണ്ട് എന്നാണ് ദൃക്സാക്ഷികൾ തന്നെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം കേന്ദ്രീകരിച്ചും മംഗലാപുരം കേന്ദ്രീകരിച്ചുമായിരിക്കും പരിശോധന നടത്തുക. നമുക്കറിയാവുന്ന പോലെ മഞ്ചേശ്വരം എന്ന് പറയുന്നത് അതിർത്തി പ്രദേശങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ജില്ലയിലേക്ക് കടക്കാനും മറ്റൊരു സംസ്ഥാനത്തേക്ക് കടക്കാനും എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ കർണാടകയിലെ ചെക്ക് പോസ്റ്റുകളിലടക്കം പരിശോധന വ്യാപകമാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഇയാൾ ഈ സമീപ പ്രദേശങ്ങളിലെ വല്ല കുറ്റിക്കാടുകളിലും ഒളിച്ചിരിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഈ കെട്ടിട നിർമ്മാണ തൊഴിലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഈ മെൽവിൻ എന്നാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവമാണ്. അമ്മയെ മകൻ തീ കൊളുത്തി കൊന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രവുമല്ല, ബന്ധുവായി യുവതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമവും ഉണ്ടായിരിക്കുന്നു. ഇവർ ഗുരുതര പരിക്കുകളോടെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അജുന്ന. കാസർഗോഡ് മഞ്ചേശ്വരത്ത് മകൻ അമ്മയെ തീ കൊളുത്തി കൊന്നിരിക്കുകയാണ്. പോർക്കാടി സ്വദേശി ഹിൽഡ ഡിസൂസയാണ് മരിച്ചത്. മകൻ മെൽവിൻ മൊണ്ടേര നിലവിൽ ഒളിവിലാണ്. അയൽക്കാരിയായ ലോലിത എന്ന യുവതിയെയും മെൽവിൻ തീ കൊളുത്തി. നിലവിൽ യുവതി ഗുരുതരാവസ്ഥയിൽ മംഗലാപുരം ആശുപത്രിയിൽ തുടരുകയാണ്. ഇതിന് പിന്നിലുള്ള കാരണം വ്യക്തമല്ല. നിലവിൽ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.